നമസ്കാരം, സ്വാഗതം മിഡ് ഈസ്റ്റ് അവറിലേക്ക്. ബന്ദിമോചനം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ നിർത്തിവെക്കുമെന്ന് ഹമാസിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ കരാർ ഇസ്രായേൽ നിരന്തരം ലംഘിക്കുന്നതായി ഹമാസ് നേതൃത്വം അറിയിച്ചു. ഗസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച അനിശ്ചിതത്വത്തിൽ തുടരുന്നു. ഗസ ഏറ്റെടുക്കുമെന്ന നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഫലസ്തീനികൾക്ക് ഗസ പ്രദേശത്തേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ലെന്നും ട്രംപ് പ്രതികരിച്ചു. ജോർദാനിലെ അബ്ദുള്ള രാജാവുമായി ട്രംപ് ഇന്ന് ചർച്ച നടത്തും. MCA നാസർ വിശദാംശങ്ങൾ നൽകാൻ ദുബൈയിൽ നിന്ന്. MCA, ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച എന്തുകൊണ്ടാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലായത്? ഈ വെടിനിർത്തൽ ധാരണയനുസരിച്ച് രണ്ട് പക്ഷവും ഇനി എത്ര കണ്ട് ബന്ദികളെയും തടവുകാരെയും വിട്ടയക്കാനുണ്ട്? ഇതിപ്പോൾ ഇസ്രായേൽ കരാർ ലംഘിക്കുന്നു എന്ന് ഹമാസ് പറയുന്നതിനുണ്ടായ സാഹചര്യം എന്താണ്? സൈഫുദ്ദീൻ, അല്പം മുമ്പാണ് ഹമാസിന്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. ഇത് പ്രകാരം അടുത്ത ശനിയാഴ്ച നടക്കേണ്ട ബന്ദിമോചനം തൽക്കാലം മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഹമാസ് നടത്തിയിരിക്കുന്നത്. ഇതിന് ആധാരമായിട്ട് ഹമാസ് നേതൃത്വം വിശദീകരിക്കുന്നത് നിരന്തരമായിട്ട് ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കാൻ ഇസ്രായേൽ ശ്രമം തുടരുന്നു. കാരണം ഗസയിലേക്കും മറ്റും തിരിച്ചു വരുന്ന ആളുകൾക്ക് നേരെ ഷെൽ വർഷവും അതോടൊപ്പം തന്നെ വെടിവെപ്പും നടക്കുന്നു. അതിൽ ചിലർക്കൊക്കെ പരിക്കേൽക്കുന്നു, ചിലർ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ബന്ദികളെ കൈമാറുന്നതിന് പകരം വിട്ടയക്കുന്ന തടവുകാരുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ വിട്ടയച്ച തടവുകാരെ തന്നെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന, അങ്ങനെ നേരത്തെ വ്യവസ്ഥ പ്രകാരം പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും വിരുദ്ധമായ വളരെ പ്രകോപനപരമായിട്ടുള്ള നടപടികളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നത്. അത് മാത്രമല്ല, ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിക്കാനും ഇന്ധനം എത്തിക്കാനും മറ്റ് യന്ത്രസാമഗ്രികൾ എത്തിക്കൊണ്ട് ഈ അവശിഷ്ടങ്ങൾ അവിടുന്ന് നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഇതൊക്കെയും വ്യവസ്ഥകളിൽ ഉൾപ്പെട്ടതാണ്. പക്ഷെ ഇതൊക്കെയും അനുവദിക്കാൻ ഇസ്രായേൽ നേതൃത്വം, സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഇനിയും തയ്യാറാവുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കുറെ കൂടി ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അടുത്ത ശനിയാഴ്ച നടക്കേണ്ട ബന്ദിമോചനം തൽക്കാലം മരവിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഹമാസ് നടത്തിയിരിക്കുന്നത്. ഇതിന് പ്രതികരണമായിട്ട് അല്പം മുമ്പ് നെതന്യാഹുവിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു. അത്തരമൊരു നീക്കവുമായിട്ട് ഹമാസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. വളരെ ശക്തമായി നിലയുറപ്പിക്കാൻ സൈന്യത്തിന് ഇപ്പോൾ ഇസ്രായേൽ സൈനിക നേതൃത്വം നിർദ്ദേശം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം നെത്സരീം ഇടനാഴിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇസ്രായേൽ സൈന്യം പിന്മാറിയത്. ഇപ്പോൾ ബഫർ സോണിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈന്യം ഒരുപക്ഷെ വീണ്ടും ഗസയിലേക്ക് ആക്രമണവുമായിട്ട് വരാനുള്ള വലിയ സാധ്യതകളുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. എന്തായാലും നാളെ രാവിലെ സുരക്ഷാ മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കാൻ അടിയന്തരമായിട്ടുള്ള ഒരു തീരുമാനം കൂടി ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഈ മന്ത്രിസഭാ യോഗമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. നേരത്തെ തന്നെ നെതന്യാഹുവിനോട് ഈ ആക്രമണം ഗസയിൽ പുനരാരംഭിക്കണം എന്ന വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം തീവ്ര വലതുപക്ഷ മന്ത്രിമാരൊക്കെയും നടത്തുന്നുണ്ട്. അത്തരമൊരു നിർദ്ദേശം, പിന്നെ അത്തരമൊരു സമ്മർദ്ദം നിലനിൽക്കെയാണ് ഇപ്പോൾ ഹമാസിന്റെ ഈ ഒരു പ്രസ്താവന ചൂണ്ടിക്കാട്ടി കുറെ കൂടി കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ ഇസ്രായേൽ നേതൃത്വം തയ്യാറെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും പിന്നിട്ട ദിവസങ്ങളിൽ രൂപപ്പെട്ട ഈ വെടിനിർത്തൽ കരാറിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും അതിശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള ഒരു നടപടിയോ നീക്കമോ സമ്മർദ്ദമോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നാളെ രാവിലെ ചേരുന്ന ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭാ യോഗമായിരിക്കും ഇനി ഗസയുടെ സമാധാനവും ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു തീർപ്പ് കൽപ്പിക്കുക, അല്ലെങ്കിൽ തുടർ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. സൈഫുദ്ദീൻ, അതിനിടയിൽ ഫലസ്തീനികൾക്ക് ഗസ പ്രദേശത്തേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ട്രംപിനെ കൂടി കാണാം. MCA, ഇപ്പോൾ ഈ ജോർദാനിലെ അബ്ദുള്ള രാജാവുമായി ട്രംപ് ചർച്ച നടത്തുന്നുണ്ടല്ലോ. എന്താണ് ചർച്ചയിലെ അജണ്ടകൾ? ഈ ഗസ വിഷയം ജോർദാൻ രാജാവ് ട്രംപുമായി സംസാരിക്കാനിടയുണ്ടോ? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും ഗസയുമായി ബന്ധപ്പെട്ട പുതിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനവും അതുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾ, ഇതിൽ ജോർദാൻ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു നിലയ്ക്കും ഫലസ്തീനികളെ അവിടെ നിന്ന് പുറന്തള്ളുന്നതിനെ തന്റെ രാജ്യം അനുകൂലിക്കുകയില്ല. ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ ജോർദാനിൽ വസിക്കുന്നുണ്ട്. പുതുതായിട്ട് ഇനി ഫലസ്തീനികളെ ഉൾക്കൊള്ളാൻ താൻ തയ്യാറല്ല. അത് മാത്രമല്ല, ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ് ഗസ. അതുകൊണ്ട് ഒരു നിലക്കും പിന്നെ ഗസയിലെ ജനങ്ങളെ, ഫലസ്തീനികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് തുരത്താനുള്ള
മടക്കാനുള്ള ഒരു നീക്കത്തെ തന്റെ രാജ്യം പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് അർദ്ധരാത്രിയോ അതല്ലെങ്കിൽ നാളെ രാവിലെയോ വെളുപ്പിനോ ആയിരിക്കും ജോർദാനിലെ അബ്ദുല്ല രാജാവുമായിട്ടുള്ള ട്രംപിന്റെ ചർച്ച നടക്കുക. ട്രംപ് ഇപ്പോൾ ഇതുവരെ വ്യക്തമാക്കിയതും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഗസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രതികരണം ഗസയെ വില കൊടുത്ത് താൻ വാങ്ങും, അവിടെ റിയൽ എസ്റ്റേറ്റിന്റെ സാധ്യതകൾ രൂപപ്പെടുത്തും, അറബ് രാജ്യങ്ങൾ ഈ പലസ്തീനികളെ ഏറ്റെടുക്കണം എന്ന അതേ നിലപാട് തന്നെയാണ് ട്രംപ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രകോപനപരമായിട്ടുള്ള നടപടികൾ സ്വാഭാവികമായിട്ടും മേഖലയിൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ട്രംപിനെ താൻ ബോധ്യപ്പെടുത്തുമെന്ന് യാത്ര പുറപ്പെടും മുമ്പ് തന്നെ അബ്ദുല്ല രാജാവ് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമായിരിക്കും. കാരണം ഏത് നിർദ്ദേശമാണ്, ഏത് പ്രഖ്യാപനമാണ് ജോർദാൻ രാജാവുമായിട്ടുള്ള സംഭാഷണത്തിൽ ട്രംപ് മുന്നോട്ട് വെക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും തന്റെ നിലപാടിൽ മാറ്റമില്ല. ഗസ താൻ ഏറ്റെടുക്കും, പലസ്തീനികൾക്ക് ഒരിക്കലും തന്നെ അങ്ങോട്ട് മടങ്ങി വരാനുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാവുകയില്ല എന്ന വീണ്ടും വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളും നീക്കങ്ങളുമായിട്ടാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ആ ഒരു ബലത്തിലാണ് നെതന്യാഹു കുറെ കൂടി ശക്തമായിട്ടുള്ള നടപടികളിലേക്ക്, ഒരുപക്ഷെ സൈനിക ആക്രമണം പുനരാരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇസ്രായേൽ ആലോചിക്കുന്നതും ഈ ട്രംപ് ഭരണകൂടം നൽകിയിരിക്കുന്ന ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല $8 ബില്യൺ ആയുധങ്ങൾ പുതുതായിട്ട് ഇസ്രായേലിന് കൈമാറാനുള്ള ഒരു നീക്കവും ട്രംപ് ഭരണകൂടം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ വിനാശകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഗസയെയും മേഖലയും കൊണ്ടുതള്ളാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കം കൂടിയാണ് ഇസ്രായേൽ യാങ്കി അച്ചുതണ്ട് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നതും അതിന്റെ തുടർ നീക്കങ്ങളാണ് ഇപ്പോൾ പല തലങ്ങളിലായിട്ട് നടന്നു വരുന്നതും. സൈഫുദ്ദീൻ. MCA നാസറാണ് ദുബായിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്. സൗദിക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പരാമർശത്തെ കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. പലസ്തീനികൾ സൗദിയിലേക്ക് പോകണമെന്ന നെതന്യാഹുവിന്റെ അഭിപ്രായം സൗദിയുടെ പരമാധികാരത്തിനെതിരെയുള്ള വെല്ലുവിളിയാണെന്ന് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പലസ്തീനികളെ സ്വന്തം മണ്ണിൽ നിന്ന് പുറന്തള്ളാനുള്ള ശ്രമങ്ങൾ തള്ളിക്കളയുകയാണ്. സുരക്ഷയും പരമാധികാരവും നിലനിർത്താൻ സൗദി സ്വീകരിക്കുന്ന ഏതു നടപടികൾക്കും കുവൈത്തിന്റെ പിന്തുണയുണ്ടാകുമെന്ന് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പൗരത്വത്തിനായി പുതിയ വ്യവസ്ഥകൾ അവതരിപ്പിച്ച ഒമാൻ. രാജ്യത്ത് കുറഞ്ഞത് 15 വർഷത്തെ തുടർച്ചയായ താമസം, നല്ല പെരുമാറ്റ രേഖ എന്നിങ്ങനെയാണ് വ്യവസ്ഥകൾ. പുതിയ ചട്ടങ്ങൾ പ്രകാരം ആഭ്യന്തര മന്ത്രാലയമാണ് പൗരത്വ അപേക്ഷകളുടെ മേൽനോട്ടം വഹിക്കുക. ഒമാനി ദേശീയതാ നിയമത്തെക്കുറിച്ചുള്ള രാജകീയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒമാനി പൗരത്വം തേടുന്ന വിദേശ പൗരന്മാർക്കുള്ള പുതിയ വ്യവസ്ഥകൾ അവതരിപ്പിച്ചു. രാജ്യത്ത് കുറഞ്ഞത് 15 വർഷത്തെ തുടർച്ചയായ താമസം, അറബി ഭാഷയിൽ പ്രാവീണ്യം, നല്ല പെരുമാറ്റത്തിന്റെ രേഖ എന്നിവ പൗരത്വം നേടാൻ അനിവാര്യമാണ്. 1 വർഷം 90 ദിവസത്തിൽ കൂടുതൽ കാലയളവിൽ രാജ്യത്തിന് പുറത്താണെങ്കിലും തുടർച്ചയായ താമസം എന്ന വ്യവസ്ഥയെ ബാധിക്കില്ല. വിശ്വാസവും ആദരവും ഇല്ലാതാക്കുന്ന കുറ്റത്തിനോ മഹാപാതകത്തിനോ അന്തിമ പിഴക്ക് മുമ്പ് ശിക്ഷിക്കപ്പെടാതിരിക്കണം. പൗരത്വം തേടുന്നതിന് അപേക്ഷകർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും നല്ല ആരോഗ്യവും ഉണ്ടാകണം. മുൻ പൗരത്വം ഉപേക്ഷിക്കുകയും വേണം. പൗരത്വ അപേക്ഷയിൽ തെറ്റായ വിവരങ്ങളോ വ്യാജരേഖകളോ സമർപ്പിച്ചതായി കണ്ടെത്തിയാൽ കഠിന ശിക്ഷകൾ നേരിടേണ്ടി വരും. കുറ്റവാളികൾക്ക് 3 വർഷം വരെ തടവും 5000 റിയാൽ മുതൽ 10,000 റിയാൽ വരെ പിഴയും ലഭിക്കും. പുതിയ ചട്ടങ്ങൾ പ്രകാരം ആഭ്യന്തര മന്ത്രാലയമാണ് പൗരത്വ അപേക്ഷകരുടെ മേൽനോട്ടം വഹിക്കുക. വിശദീകരണം നൽകാതെ ഏതൊരപേക്ഷയും നിരസിക്കാനുള്ള അധികാരം മന്ത്രാലയത്തിനുണ്ട്. ദേശീയതാ തർക്കങ്ങൾ ഇനി കോടതി വിധികൾക്ക് വിധേയമാകില്ല. മീഡിയ 1, മസ്കത്ത്. ബഹ്റൈനിൽ സർക്കാർ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ആപ്പ് പുറത്തിറക്കിയ ആഭ്യന്തര മന്ത്രാലയം. CPR, പാസ്പോർട്ട് തുടങ്ങി 41 സർക്കാർ സേവനങ്ങളാണ് MyGov എന്ന ആപ്പിലൂടെ ലഭ്യമാവുക. ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് ആപ്പ് പുറത്തിറക്കിയത്. ഭാര്യയുടെയും മക്കളുടെയും വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യവുമായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മെട്രാഷ് ആപ്പിൽ പുതിയ അപ്ഡേഷനുകൾ. ഖത്തർ ഐഡിയുമായി ബന്ധിപ്പിക്കാത്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് തന്നെ കുടുംബ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമൊരുക്കുന്നതാണ് മെട്രാഷ് ആപ്പിലെ അപ്ഡേഷൻ. അടുത്തിടെ പുറത്തിറക്കിയ പുതിയ മെട്രാഷിലാണ് ഈ സൗകര്യമുള്ളത്. മയക്കുമരുന്ന് കടത്ത് സംഘങ്ങൾക്ക് സഹായമൊരുക്കിയ 15 സർക്കാർ ജീവനക്കാർ സൗദിയിൽ പിടിയിൽ. കസ്റ്റംസ്, ആഭ്യന്തര, പ്രതിരോധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് പിടിയിലായത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പിടിയിലായ മയക്കുമരുന്ന് റാക്കറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ജീവനക്കാർ അറസ്റ്റിലായത്. സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് സംഘത്തെ അറസ്റ്റ് ചെയ്ത വിവരം പുറത്തുവിട്ടത്. അസീർ, ജിസാൻ, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ നിന്നായി കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായ 3 മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ പേർ പിടിയിലായത്.
കേസിൽ അറസ്റ്റിലായ 19 പേരിൽ 15 സർക്കാർ ജീവനക്കാർ ഉൾപ്പെടുന്നതായി മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിലെ 5ഉം പ്രതിരോധ മന്ത്രാലയത്തിലെ 3ഉം സക്കാത്ത്, നികുതി, കസ്റ്റംസ് അതോറിറ്റിയിലെ 7 ജീവനക്കാരും സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ച ശേഷം അറസ്റ്റിലായ സംഘാംഗങ്ങളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. സംഘം രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് അവരുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് ഏകോപനം നടത്തിയതായും മയക്കുമരുന്ന് കടത്തിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കലിൽ ഏർപ്പെട്ടതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഏത് സംഘത്തെയും നിയമവിധേയമായി നേരിടുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് പിടികൂടിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 15 കിലോഗ്രാമിലധികം കഞ്ചാവാണ് പിടികൂടിയത്. ഒരു പ്രവാസിയെ അറസ്റ്റ് ചെയ്തതായും റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കസ്റ്റംസ് വകുപ്പ് മയക്കുമരുന്ന്, സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ എന്നിവയ്ക്കെതിരായ പോരാട്ടത്തിനായുള്ള ഡയറക്ടറേറ്റ് ജനറലുമായി ചേർന്നാണ് ആഫ്രിക്കൻ പൗരനായ പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായ കള്ളക്കടത്തുകാരനെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും ROP അറിയിച്ചു. ഹജ്ജിനുള്ള പണം 3 ഗഡുക്കളായി അടക്കാമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. പ്രതിരോധ കുത്തിവെപ്പുകൾ ഹാജിമാർക്ക് നിർബന്ധമാണ്. സൗദി പൗരന്മാർക്കും ഇക്കാമയിലുള്ളവർക്കുമാണ് സൗദിയിൽ നിന്ന് ഹജ്ജിൽ പങ്കെടുക്കാനാവുക. ഈ വർഷത്തെ ഹജ്ജിന് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 3 തവണകളായി പണമടക്കാനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയത്. രജിസ്റ്റർ ചെയ്ത് ആദ്യ 72 മണിക്കൂറിനുള്ളിൽ 20% പണമടക്കണം. രണ്ടാം ഘട്ടം റമദാൻ 20-ന് മുമ്പായി 40% പണം അടക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള 40% ഷാബാൻ 20 വരെയും അടക്കാനാകും. മൂന്നാമത്തെ ഗഡു അടക്കുന്നതോടെ മാത്രമാണ് രജിസ്ട്രേഷൻ പൂർത്തിയാവുക. ഹജ്ജ് നിർവഹിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സാണ്. ഇതിന് താഴെയുള്ളവർക്ക് ഇത്തവണ ഹജ്ജിൽ പങ്കെടുക്കാൻ അനുവാദമില്ല. സൗദി പൗരന്മാർക്കും ഇക്കാമയിലുള്ളവർക്കും മാത്രമാണ് ആഭ്യന്തര ഹജ്ജിൽ പങ്കെടുക്കാനാവുക. മഹ്റം കാറ്റഗറി ഒഴികെ മുമ്പ് ഹജ്ജ് നിർവഹിക്കാത്തവർക്കാണ് ഇത്തവണ ഹജ്ജിന് മുൻഗണനയുള്ളത്. മെനിഞ്ചൈറ്റിസ്, പകർച്ചവ്യാധി കുത്തിവെപ്പുകൾ ഹജ്ജ് നിർവഹിക്കുന്നവർ എടുത്തിരിക്കണമെന്ന നിബന്ധനയുമുണ്ട്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. റമദാന് മുന്നോടിയായി മക്കയിലും മദീനയിലും ടൂറിസം മന്ത്രാലയം പരിശോധന ശക്തമാക്കി. സേവനത്തിൽ വീഴ്ച വരുത്തിയ 49 ഹോട്ടലുകൾ അടപ്പിച്ചു. 6000-ലേറെ പരിശോധനകൾ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. മക്കയിലും പരിശോധന തുടരുകയാണ്. ടൂറിസം മന്ത്രാലയത്തിന് കീഴിൽ ഞങ്ങളുടെ അതിഥികൾക്ക് മുൻഗണന എന്ന തലക്കെട്ടിലാണ് ക്യാമ്പയിൻ നടക്കുന്നത്. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ബാധകമായ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധനാ ക്യാമ്പയിൻ. മക്കയിൽ നടത്തിയ 6100 പരിശോധനകളിൽ 4200 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. റമദാൻ സീസൺ ഒരുക്കങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പയിൻ. മദീനയിലും 2200 സമാനമായ പരിശോധനകൾ നടത്തിയതിൽ 1700 ലംഘനങ്ങളാണ് കണ്ടെത്തിയത്. സേവനങ്ങളുടെ ഗുണനിലവാരം, ശുചിത്വത്തിന്റെ നിലവാരം, ചട്ടങ്ങൾ പാലിക്കുന്നതിലെ നിഷ്ഠ തുടങ്ങിയവയിലായിരുന്നു ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഗുരുതര ലംഘനങ്ങൾ കണ്ടെത്തിയ മക്കയിലെ 30ഉം മദീനയിലെ 19ഉം ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ചെറുലംഘനങ്ങൾക്ക് പിഴയും ഈടാക്കുന്നുണ്ട്. ക്യാമ്പയിന്റെ ഭാഗമായി ശില്പശാലയും ബോധവൽക്കരണവും സംഘടിപ്പിക്കുന്നുണ്ട്. ഹോസ്പിറ്റാലിറ്റിയുമായി ബന്ധപ്പെട്ട പരാതികൾക്കായി 930 എന്ന ഏകീകൃത നമ്പറിൽ ബന്ധപ്പെടാൻ മന്ത്രാലയം നിർദ്ദേശിച്ചു. മക്കയിൽ 3000 പരാതികളും മദീനയിൽ നിന്ന് 900 പരാതികളും ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. മീഡിയ 1, ജിദ്ദ. ഖത്തർ ദേശീയ കായിക ദിനം നാളെ. സർക്കാർ ഏജൻസികൾക്ക് പുറമെ പ്രവാസി കൂട്ടായ്മകളും വൈവിധ്യമാർന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നാളെ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള ഇന്ത്യൻ സ്പോർട്സ് സെന്റർ, ഖത്തർ KMCC, പ്രവാസി വെൽഫെയർ, ഇൻകാസ് തുടങ്ങി പ്രമുഖ സംഘടനകളും പ്രാദേശിക കൂട്ടായ്മകളുമെല്ലാം വിവിധ കായിക മത്സരങ്ങളും ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ സ്പോർട്സ് സെന്ററിന് കീഴിൽ നടക്കുന്ന ദേശീയ കായിക ദിനാഘോഷം ഇൻഡസ്ട്രിയൽ ഏരിയ ഏഷ്യൻ ടൗണിൽ നടക്കും. രാവിലെ 7:30 മുതലാണ് പരിപാടികൾ നടക്കുക. KMCC ഖത്തർ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏഷ്യൻ ടൗൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് മുൻവശത്തെ ഗ്രൗണ്ടിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മാർച്ച് പാസ്റ്റിൽ വിവിധ ജില്ലാ കമ്മിറ്റികളുടെ കീഴിൽ പ്രവർത്തകർ അണിനിരക്കും. രാവിലെ 6:30 മുതൽ 1 മണിവരെ നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ 9 മണിക്കാണ് മാർച്ച് പാസ്റ്റ് നടക്കുക. പ്രവാസി വെൽഫെയർ, നടുമുറ്റം, ഖത്തർ എക്സ്പാറ്റ്സ്, സ്പോർട്ടീവ് എന്നീ സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ കായിക ദിനാഘോഷം ഉച്ചയ്ക്ക് 2:30 മുതൽ ഏഷ്യൻ ടൗൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപം നടക്കും. ഇൻകാസ് കേന്ദ്ര കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കായിക ദിനാഘോഷം ICC അശോക ഹാളിൽ നാളെ നടക്കും. മീഡിയ 1, ദോഹ.
സർവീസ് വിപുലീകരിക്കാൻ ഒരുങ്ങി കുവൈത്ത് എയർവേസ്. വേനൽക്കാലത്ത് 58 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അധിക സർവീസ് നടത്തും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഉയർന്ന ഡിമാൻഡ് അനുഭവപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ജനപ്രിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് ഷെഡ്യൂളുകൾ വർദ്ധിപ്പിക്കുക. ഇതുവരെ സാന്നിധ്യം അറിയിക്കാത്ത സ്ഥലങ്ങളിലേക്ക് സർവീസുകൾ വിപുലീകരിക്കുമെന്ന് കുവൈത്ത് എയർവേസ് ഡയറക്ടർ ബോർഡ് ചെയർമാൻ അബ്ദുൽ മുഹ്സിൻ അൽ ഫക്കാൻ പറഞ്ഞു. മെച്ചപ്പെട്ട ഉപഭോക്തൃ അനുഭവത്തിനായി റോയൽ ബിസിനസ് ക്ലാസ് ക്യാബിൻ സൗകര്യങ്ങൾ ദീർഘദൂര വിമാനങ്ങളിൽ ഒരുക്കും. സൗദിയിലെ ഏറ്റവും വലിയ IT മേളയായ ലീപ്പിൽ ആദ്യ ദിനം ഒപ്പുവെച്ചത് $15 ബില്യൺ നിക്ഷേപ കരാറുകൾ. രണ്ടാം ദിനമായി ഇന്നും വിവിധ കമ്പനികളുമായുള്ള കരാർ ഒപ്പുവെക്കൽ ചടങ്ങുകൾ നടന്നു. നിരവധി ഇന്ത്യൻ കമ്പനികളും ഫെസ്റ്റിലുണ്ട്. സൗദിയിലെ ഏറ്റവും വലിയ IT മേളയാണ് ലീപ്പ്. മേളയുടെ ആദ്യ ദിനം തന്നെ ഒപ്പുവെച്ചത് $15 ബില്യൺ നിക്ഷേപ കരാറുകളാണ്. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലുള്ള ഇലക്ട്രോണിക്സ് കമ്പനിയായ അലാത്തും ആഗോള കമ്പനിയായ ലെനോവോയും തമ്മിലാണ് ആദ്യ കരാർ. $2 ബില്യൺ മൂല്യം വരുന്ന ഫാക്ടറി കമ്പനി റിയാദിൽ സ്ഥാപിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ AI ഡാറ്റാ സെന്റർ സ്ഥാപിക്കാൻ ഗ്രോക്ക് $1.5 ബില്യൺ കരാറിൽ ഒപ്പിട്ടു. ഡാറ്റാ ബ്രിക്സ് $300 ബില്യൺ വിനിയോഗിച്ച് ആപ്ലിക്കേഷൻ ഡെവലപ്പർമാരുടെ ആവശ്യങ്ങൾക്കായി പ്ലാറ്റ്ഫോം വികസിപ്പിക്കും. ആഗോള AI ഡിജിറ്റൽ ക്ലസ്റ്റർ ആയിരിക്കും ഗൂഗിളിന്റെ സംഭാവന. ഇന്ത്യൻ കമ്പനികളും മേളയിൽ സജീവമാണ്. أكثر من 1500 شركة ريادية، 700 شركة عالمية وإقليمية ومحلية، كلهم موجودين اليوم حتى نثبت أن مؤتمر ليب والمملكة العربية السعودية لديها حراك تقني غير مسبوق في القرن ال21. പുതിയ നിക്ഷേപങ്ങൾ രാജ്യത്തെ ആഗോള സാങ്കേതിക ഡിജിറ്റൽ മേഖലകളെ ശക്തിപ്പെടുത്തും. ഇന്നും നാളെയുമായി 15ലേറെ പുതിയ കരാറുകളിൽ ഒപ്പുവെക്കും. ലീപ്പിന്റെ വെബ്സൈറ്റോ ആപ്പോ ഉപയോഗിച്ച് സൗജന്യമായി ഇവിടെ സന്ദർശിക്കാം. സൗദിയിലെ വിവിധ മന്ത്രിമാരും ലീപ്പിൽ സജീവ സാന്നിധ്യമാണ്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈറ്റിൽ വൈറൽ അണുബാധയെ തുടർന്ന് സാമൂഹിക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലെ ചിൽഡ്രൻസ് ഹോം 10 ദിവസത്തേക്ക് അടച്ചു. കുട്ടികളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ചു. അണുബാധ കണ്ടെത്തിയ 3 കുട്ടികൾ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്കും മറ്റു കുട്ടികളെ സമ്പർക്കം ഒഴിവാക്കി മറ്റൊരിടത്തേക്കുമാണ്. അണുബാധയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നവർ ഉടൻ അഡ്മിനിസ്ട്രേഷനെ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകി. വായുവിലൂടെ പടരുന്ന വൈറൽ അണുബാധയാണെന്ന് സ്ഥിരീകരിച്ചു. മുൻകരുതലിന്റെ ഭാഗമായാണ് ചിൽഡ്രൻസ് ഹോം തൽക്കാലത്തേക്ക് അടച്ചിടുന്നതെന്നും ആശങ്കയുടെ ആവശ്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ ഒരാഴ്ചക്കിടെ പിടികൂടിയത് 43,760 ട്രാഫിക് നിയമലംഘനങ്ങൾ. ഫെബ്രുവരി 1 മുതൽ 7 വരെയുള്ള കാലയളവിലാണ് ഇത്രയും നിയമമോടിച്ച പ്രായപൂർത്തിയാകാത്ത 47 പേരെ ട്രാഫിക് ഉദ്യോഗസ്ഥർ ജുവനൈൽ പ്രോസിക്യൂഷന് റഫർ ചെയ്തു. 41 വാഹനങ്ങളും 43 മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തതായി ജനറൽ ട്രാഫിക് അറിയിച്ചു. തെരുവ് നായ്ക്കൾക്ക് അഭയകേന്ദ്രവുമായി കുവൈത്ത് മുനിസിപ്പാലിറ്റി. ഇത് സംബന്ധിച്ച നിർദ്ദേശം മുനിസിപ്പൽ കൗൺസിലിന്റെ ടെക്നിക്കൽ കമ്മിറ്റി ചർച്ച ചെയ്യുമെന്ന് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ മനാൽ അൽ അസ്ഫൂർ പറഞ്ഞു. വഫ്ര, അബ്ദലി, സാൽമിയ, കബ്ദ് തുടങ്ങിയ കാർഷിക മേഖലകളിലാണ് സ്ഥലം കണ്ടെത്തുക. നിലവിൽ രാജ്യത്തെ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. വിവിധ താമസ മേഖലകളിൽ കൂട്ടമായി എത്തുന്ന നായ്ക്കൾ പൊതുനിരത്തുകളിൽ നിലയുറപ്പിച്ച് ജനങ്ങൾക്ക് ഭീഷണിയാകുന്നുണ്ട്. പൊതുഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന റെയിൽ ബസ് സംവിധാനം അവതരിപ്പിച്ച് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ലോകത്തെ ഏറ്റവും മികച്ച സ്മാർട്ട് നഗരമാക്കാനുള്ള ദുബായിയുടെ യാത്രയിൽ നാഴികക്കല്ലാകും റെയിൽ ബസ്. സൗരോർജ്ജത്തിലോടുന്ന ഡ്രൈവർ ഇല്ലാത്ത ഒരു ബസ്സിന്റെ മാത്രം വലിപ്പമുള്ള വാഹനം. ആകെ 11.5 മീറ്റർ നീളവും 2.65 മീറ്റർ വീതിയും. മദീനത്ത് ജുമൈറയിൽ നടക്കുന്ന വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിക്കിടെയാണ് RTA റെയിൽ ബസ് എന്ന 3D പ്രിന്റഡ് വാഹനം അവതരിപ്പിച്ചത്. പണി തീർന്ന് ഓടിത്തുടങ്ങിയാൽ ദുബൈയുടെ പൊതുഗതാഗതത്തെ തന്നെ റെയിൽ ബസ് മാറ്റിപ്പണിയും. ഒരു യാത്രയിൽ 40 യാത്രക്കാരെ വഹിക്കാനുള്ള ശേഷിയാണ് റെയിൽ ബസ്സിനുള്ളത്. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാം. എലവേറ്റഡ് ട്രാക്കുകളിലൂടെയായിരിക്കും സഞ്ചാരം. തടസ്സരഹിത യാത്ര ഉറപ്പാക്കാൻ ദുബൈയിലെ മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളുമായി റെയിൽ ബസ് സംയോജിപ്പിക്കും. പരിസ്ഥിതി സൗഹൃദം ലക്ഷ്യമിട്ട് ദുബൈ നടപ്പാക്കുന്ന നെറ്റ് സീറോ 2050 സ്ട്രാറ്റജി, സീറോ എമിഷൻസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ട്രാറ്റജി നയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് പുതിയ ഗതാഗത സംവിധാനം. 2030 പൊതുഗതാഗതത്തിന്റെ 25% ഡ്രൈവറില്ല യാത്രയാക്കുകയാണ് ദുബൈയുടെ ലക്ഷ്യം. മീഡിയ 1, ദുബായ്. ബഹ്റൈനിൽ മയക്കുമരുന്ന് കടത്തിയതിന് പ്രവാസിയായ വിൽപ്പനക്കാരന് 5 വർഷവും കൂട്ടുകാരിയായ യുവതിക്ക് 3 വർഷവും തടവിന് വിധിച്ചു കോടതി. യാത്ര ചെയ്യുമ്പോൾ വയറിനകത്ത് മയക്കുമരുന്ന് സൂക്ഷിച്ച് കടത്തിയതായാണ് കണ്ടെത്തിയത്. ജയിൽ ശിക്ഷയ്ക്ക് പുറമെ 2 പേർക്കും 3000 ദിനാർ വീതം പിഴയും ചുമത്തി. ഇരുവരെയും നാടുകടത്താനും കോടതി വിധിച്ചു.
സൗദി ജുബൈൽ ദാവ സെന്റർ ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിച്ചു. വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ നിരവധി കുടുംബങ്ങൾ പങ്കെടുത്തു. 4 സെഷനുകളിലായി നടന്ന പരിപാടിയിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ ക്ലാസുകളും ചർച്ചകളും നടന്നു. സൗദി മതകാര്യ വകുപ്പുമായി ചേർന്ന് സംഘടിപ്പിച്ച സംഗമം ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ അൽ മദീനി ഉദ്ഘാടനം ചെയ്തു. വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ ഹുസൈൻ സലഫി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ധാർമ്മിക മൂല്യങ്ങളിലൂടെയും വിശ്വാസവിശുദ്ധിയിലൂടെയും മാത്രമേ സംതൃപ്ത കുടുംബജീവിതങ്ങൾ നിലനിൽക്കുകയുള്ളൂവെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു. കുടുംബം, പുതിയ കാല പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ റഫീഖ് സലഫി, സംതൃപ്ത കുടുംബം എന്ന വിഷയത്തിൽ ഷിഹാബ് എടക്കര എന്നിവർ സംസാരിച്ചു. PK മുഹമ്മദ് കുട്ടി, നൌഷാദ് കാസിം എന്നിവർ സംബന്ധിച്ചു. വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും നടത്തി. പ്രശ്നോത്തരി മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫാഹിം ഉമർ, ആസാദ് വളപട്ടണം, അബ്ദുൽ മന്നാൻ, അർഷദ് ബിൻ ഹംസ, ഷിയാസ് റഷീദ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. സൗദിയിലെ റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഹമ്മദ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ബത്ത ഡി പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ചടങ്ങ്. ഉസ്മാൻ അലി പാലത്തിങ്ങൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് PM സാദിഖലി മുഖ്യപ്രഭാഷകനായി. CP മുസ്തഫ, അബ്ദുറഹ്മാൻ ഫറൂഖ്, അഡ്വക്കേറ്റ് അനീർ ബാബു തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. അധികാരത്തിന്റെ അഹന്ത നിറഞ്ഞ ഭീകരതയും നിസ്സഹായതയുടെ നോവും ആവിഷ്കരിച്ച് ജീവന്റെ മാലാഖ എന്ന നാടകം ഞായറാഴ്ച രാത്രി ദുബായ് മംസാറിലെ ഫോക്ലോർ സൊസൈറ്റി തിയേറ്ററിലാണ് നാടകം പ്രദർശിപ്പിച്ചത്. അരങ്ങിൽ നാടകമായിരുന്നില്ല, ജീവിതം തന്നെയായിരുന്നു. അത് പലതിനെയും ചോദ്യം ചെയ്തു, അധികാരത്തെയും ഹുങ്കിനെയും എല്ലാം. എവിടെ എൻ്റെ അച്ഛൻ എന്ന കുഞ്ഞ് കരഞ്ഞു ചോദിച്ചത് തറച്ചത് ഓരോരുത്തരുടെയും ചങ്കിലാണ്. അധികാരം അതിൻ്റെ രൗദ്രഭാവങ്ങളെടുത്ത് ഉറഞ്ഞു തുള്ളി. ഒടുവിൽ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിറഞ്ഞ കയ്യടികളോടെ വരവേറ്റു സദസ്സ്. വേദി വിട്ടിറങ്ങുമ്പോൾ അവർക്കുള്ളിൽ അതിൻ്റെ അലകളുണ്ടായിരുന്നു. ഗംഭീരായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂതങ്ങളില്ലേ, അതിനെക്കാട്ടും ഒന്നിനൊന്ന് മികച്ച് സൂപ്പർ എന്നാ ഫാന്റാസ്റ്റിക്, അടിപൊളി, ഇത് കാണാൻ വേണ്ടി തന്നെ വന്നതല്ലേ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം അരങ്ങിലുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഇത് കാണാൻ ദുബായിൽ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന് ആരൊക്കെയുണ്ടോ അതിൻ്റെ പിന്നിൽ ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു. അരങ്ങിന് പിന്നിലെ അർപ്പണവും നോവും ഇങ്ങനെ ആവിഷ്കരിക്കപ്പെട്ടു. ഇത് നമ്മൾ ഈ റീൽസ് കാണുന്ന ആൾക്കാരാണ്. 1 മിനിറ്റിന് 2 മിനിറ്റ് റീൽസ് കാണുന്ന ആൾക്കാരാണ്. അവർ 1.5 മണിക്കൂർ ഇൻ്റർവെൽ ഇല്ലാതെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല. അപ്പോൾ അത് കട്ടക്ക് ഇവരെ ഓരോ സീനുകളും പോയിട്ടില്ലെങ്കിൽ അവരപ്പം ഇറങ്ങിപ്പോവും, അവരപ്പം നെഗറ്റീവ് കാര്യങ്ങളും പറയും. എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. നമ്മളൊരു എല്ലാവരും കൂടിയിട്ടൊരു കൂട്ടായ്മയിൽ വെച്ചിട്ടൊരു നല്ല നാടകം ഉണ്ടാക്കുക. അത് തികച്ചും വൈകാരികമായിരിക്കണം, എല്ലാവർക്കും ഹോണ്ടിങ് ആയിരിക്കണം. ആളുകളത് കണ്ടു കഴിഞ്ഞാൽ അവർക്കിടെ മനസ്സിൽ തങ്ങി നിൽക്കണം. പിന്നെ അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കണം. അങ്ങനെ ചുമ്മാ ഒരു കളിയാവരുത്, നല്ലൊരു കളിയാവണം എന്നുള്ള രീതിയിൽ മാത്രം ഉണ്ടാക്കിയൊരു നാടകമാണ്. അബുദാബിയിൽ നടന്ന 13ാമത് ഭരത് മുരളി നാടകോത്സവത്തിൽ 6 പുരസ്കാരങ്ങൾ നേടിയ നാടകമാണ് ജീവന്റെ മാലാഖ. ദുബൈയിലെ സാംസ്കാരിക കൂട്ടായ്മയായ ഓർമ്മയാണ് നാടകത്തിന് വേദിയൊരുക്കിയത്. യാസിർ അറഫാത്തിനൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1 ദുബായ്.
സൗദിയിലെ ജിദ്ദ വലമ്പൂർ സൗഹൃദ വേദിയുടെ സംഗമം സംഘടിപ്പിച്ചു. പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കലും സാമ്പത്തിക റിപ്പോർട്ട് അവതരണവും നടന്നു. വിവിധ കലാകായിക പരിപാടികളും അരങ്ങേറി. അഷ്റഫ് പറമ്മൽ, റഫീഖ് വലമ്പൂർ, ഷിഹാബ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മണലാരണ്യത്തിൽ കൃഷി വിളവ് കൊണ്ട് ഹരിതാഭമാക്കി ഒമാൻ കൃഷിക്കൂട്ടം. 2014 തുടങ്ങിയ ഒമാൻ കൃഷിക്കൂട്ടത്തിന്റെ 11ാമത് വിളവെടുപ്പ് ഉത്സവമാണ് മബേല ഗൾഫ് കോളേജിൽ ആഘോഷിച്ചത്. ഇപ്രാവശ്യത്തെ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത സിനിമാ സീരിയൽ താരം അനീഷ് രവിയായിരുന്നു. സ്വന്തം വീട്ടാവശ്യത്തിന് ആവശ്യമായ പച്ചക്കറികൾ തയ്യാറാക്കാൻ പ്രവാസികളെ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടെ 2014 ഒമാൻ കൃഷിക്കൂട്ടത്തിന് തുടക്കമാവുന്നത്. 6 പേരിൽ തുടങ്ങി ഇന്ന് 6000-ൽ പരം അംഗങ്ങളായി വളർന്ന് പന്തലിച്ചിട്ടുണ്ട് കൃഷിയെ സ്നേഹിക്കുന്ന ഈ കൂട്ടായ്മ. മബേല ഗൾഫ് കോളേജിൽ വെച്ചായിരുന്നു 11ാമത് വിളവെടുപ്പുത്സവം നടന്നത്. ഒമാനിലെ പ്രവാസി മലയാളികൾ വീട്ടുമുറ്റത്തും അടുക്കളത്തോട്ടത്തിലും വിളവെടുത്ത പച്ചക്കറികളും ഫലങ്ങളും കൊണ്ടാണ് വിളവെടുപ്പുത്സവത്തിന്റെ പ്രവേശന കവാടം ആകർഷകമായി അലങ്കരിച്ചത്. നമ്മുടെ നാട്ടിൽ ആവശ്യം പോലെ സ്ഥലങ്ങളുണ്ട് നാട്ടിൽ, പക്ഷെ അവിടെ ആരും കൃഷിക്ക് വേണ്ടി സമയം കണ്ടെത്താതിരിക്കുമ്പോൾ അന്യനാട്ടിൽ വന്നിട്ട് ഇവിടെ ഉള്ള ഇടങ്ങളിൽ ചിലർ ബാഗിൽ, ചില കുടങ്ങളിൽ, മണ്ണുള്ളൊരു മണ്ണിലും, മട്ടിപ്പാവിന് മുകളിലും, അങ്ങനെ എവിടെയൊക്കെ സ്ഥലമുണ്ട്. ചിലർ കുറച്ച് ഓഫീസുകളിൽ പോയിട്ട് പോലും അവിടെ സ്ഥലം കണ്ടെത്തിയിട്ട് കൃഷി ചെയ്യുന്നവരുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. കാരണം ഇത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൂടി ഒരു മാതൃകയാവുകയാണ്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം, സന്തോഷം എന്ന് പറയുന്നത്. കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഒമാൻ കൃഷിക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. ഒരു കുടുംബം പോലെയുള്ള സ്നേഹബന്ധമാണ് പ്രവാസികളായ മലയാളികൾ ഇന്ന് കൃഷിക്കൂട്ടത്തിനോട് കാണിക്കുന്നതെന്നും ഒമാൻ കൃഷിക്കൂട്ടം അതിന് നൽകുന്ന പ്രോത്സാഹനം വളരെ വലുതാണെന്നും പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി എത്തിയ ഷാഹി അഷ്റഫ് പറഞ്ഞു. ഒമാൻ കൃഷിക്കൂട്ടം കർഷകശ്രീ വിജയികൾക്കും വിവിധ കൃഷി മത്സരങ്ങളിൽ വിജയിച്ചവർക്കും അനീഷ് രവിയും ഷാഹി അഷ്റഫും പുരസ്കാരങ്ങൾ നൽകി. മസ്കറ്റ്, സോഹാർ, ബുറൈമി കൃഷിക്കൂട്ടം ഏരിയകൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും സദസ്സിന് ആവേശം പകരുന്നതായിരുന്നു. സെൽവി, സുമേഷ്, അജീഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മീഡിയ 1, മസ്കത്ത്. OICC കുവൈത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BA അബ്ദുൽ മുത്തലിബ് ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. സുരേന്ദ്രൻ മുങ്ങത്തിനെ പ്രസിഡന്റായും അനിൽ ചീമേനിയെ ജനറൽ സെക്രട്ടറിയായും രാജേഷ് വെള്ളിയാട്ടിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കുവൈത്ത് വയനാട് ജില്ലാ അസോസിയേഷൻ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ജിനേഷ് ജോസിനെ പ്രസിഡന്റായും ഗിരീഷ് വയനാടിനെ ജനറൽ സെക്രട്ടറിയായും ഷൈൻ ബാബുവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. അജേഷ് സെബാസ്റ്റ്യൻ, ബീസ് ജോയ്, ഷിനോജ് ഫിലിപ്പ് എന്നിവർ സഹഭാരവാഹികളാണ്. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ അബ്ബാസിയ മദ്രസ സർഗവസന്തം സംഘടിപ്പിച്ചു. ജംഷീർ നിലമ്പൂർ അധ്യക്ഷത വഹിച്ചു. KKIC കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി അബ്ദുൽ അസീസ് നരക്കോട് ഉദ്ഘാടനം ചെയ്തു. ഷമീർ മദനി കൊച്ചി മുഖ്യപ്രഭാഷണം നടത്തി. പ്രസംഗം, ഇസ്ലാമിക് ഗാനം, മാപ്പിളപ്പാട്ട് തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുവൈത്ത് എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ ആൻസൺ പത്രോസിനും ലിസ്റ്റി ആൻസനും യാത്രയപ്പ് നൽകി. മംഗഫ് കലാസദൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ബെനിൽ സ്കറിയ അധ്യക്ഷത വഹിച്ചു. രാജേഷ് മാത്യു, ശശികുമാർ, ജെനി ജേക്കബ് എന്നിവർ ആശംസകൾ നേർന്നു. യുണൈറ്റഡ് നഴ്സസ് ഓഫ് ഇന്ത്യ ബഹ്റൈൻ UNIB പുതിയ പ്രവർത്തന കാലയളവിലേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ലിത മറിയം വർഗീസ്, സെക്രട്ടറിയായി അനു ഷാജിദ്, ട്രഷറായി ജെയ്സി ലൈജു എന്നിവരെ തെരഞ്ഞെടുത്തു. സൗദി ഫൗണ്ടേഷൻ ഡേയോടനുബന്ധിച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റ് വാക്കത്തോൺ സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 15 ശനിയാഴ്ച രാവിലെ ന്യൂ അൽക്കോബാർ കോർണിഷിൽ വെച്ച് സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ 10,000-ലേറെ പേർ പങ്കെടുക്കുമെന്ന് ലുലു മാനേജ്മെന്റ് അറിയിച്ചു. സൗദി സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലുലു ഗ്രൂപ്പ് ഇത്തവണയും വാക്കത്തോൺ മത്സരം സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 15 ശനിയാഴ്ച രാവിലെ ന്യൂ അൽക്കോബാർ കോർണിഷിൽ വെച്ചാണ് മത്സരം. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കും സൗജന്യമായി മത്സരത്തിന്റെ ഭാഗമാകാം. ഹാൻഡിക്രാഫ്റ്റ് സംരക്ഷിക്കുക എന്ന തലക്കെട്ടിലാണ് ഇത്തവണത്തെ പരിപാടി. 10,000-ലേറെ പേർ ഇതിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായി സംഘാടകർ അറിയിച്ചു. മത്സരത്തിന് പുറമെ മനോഹരമായ സീ ഷോ, സേപ്പോൾ ഡാൻസ്, പരമ്പരാഗത അറബിക് നൃത്തങ്ങൾ, ടൂറിംഗ് ഷോ എന്നിവയും അരങ്ങേറും.
മത്സരത്തോടനുബന്ധിച്ച് റാഫിൾ ഡ്രോ നറുക്കെടുപ്പും വിലയേറിയ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അൽക്കോബാർ മുനിസിപ്പാലിറ്റി, റെഡ് ക്രസന്റ്, സുരക്ഷ, ട്രാഫിക് അതോറിറ്റികൾ എന്നിവയുമായി സഹകരിച്ചാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. മീഡിയ 1, ദമ്മാം. ICC മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ലീഗ് 2 ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഒമാന് തോൽവി. അമീറാത്ത് ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ നമീബിയയോട് 23 റൺസിനാണ് ഒമാൻ തോറ്റത്. ആദ്യം ബാറ്റ് ചെയ്ത നമീബിയ 46.3 ഓവറിൽ 169 റൺസിന് എല്ലാവരും പുറത്തായപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഒമാന് 146 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ബൗളർമാർ നടത്തിയ മിന്നും പ്രകടനമാണ് നമീബിയയ്ക്ക് വിജയം എളുപ്പമാക്കിയത്. ഖത്തർ ഇന്ത്യൻ എംബസി സ്പെഷ്യൽ കോൺസുലർ ക്യാമ്പ് ഫെബ്രുവരി 14 വെള്ളിയാഴ്ച അൽക്കോർ സീഷോർ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് ഓഫീസിൽ വെച്ച് നടക്കുമെന്ന് എംബസി അധികൃതർ അറിയിച്ചു. ICBF-മായി സഹകരിച്ച് നടത്തുന്ന സ്പെഷ്യൽ കോൺസുലർ ക്യാമ്പ് രാവിലെ 9 മുതൽ 11 വരെയാണ് നടക്കുക. അൽക്കോറിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്കും പ്രവൃത്തി ദിനങ്ങളിൽ ദോഹയിൽ വന്ന് എംബസി സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയാത്തവർക്കുമായി ഈ സേവനം പ്രയോജനപ്പെടുത്താം. സ്പെഷ്യൽ കോൺസുലർ ക്യാമ്പ് ക്യാഷ് പേയ്മെന്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. കാർഡ് പേയ്മെന്റ് ഉണ്ടായിരിക്കുകയില്ല. ബഹ്റൈനിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ WMF-ന്റെ നേതൃത്വത്തിൽ കിംസ് ഹെൽത്ത് ആശുപത്രിയുമായി സഹകരിച്ച് വാക്കത്തോൺ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് മിനി മാത്യു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ക്യാപിറ്റൽ ഗവർണറേറ്റ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് ലോറി ഉദ്ഘാടനം നിർവഹിച്ചു. ബഹ്റൈനിൽ കൊല്ലം പ്രവാസി അസോസിയേഷൻ സൽമാനിയ ഏരിയയുടെ നേതൃത്വത്തിൽ പരീക്ഷാ ഭീതി അകറ്റാൻ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രവാസി ഗൈഡൻസ് സെന്റർ ചെയർമാൻ ഡോക്ടർ ജോൺ പനക്കൽ ക്ലാസ് എടുത്തു. പ്രസിഡന്റ് മനോജ് മാസ്റ്റർ ജോൺ പനക്കലിനുള്ള ഉപഹാരം കൈമാറി. അറേബ്യൻ വേൾഡ് റെക്കോർഡ്സിന്റെ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ UAE ഇലക്ട്രോണിക് സേഫ് സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള മുഹമ്മദ് അൽ മിഹിയാസുമായി ഡോക്ടർ ഹുസൈൻ മടവൂർ കൂടിക്കാഴ്ച നടത്തി. വിദ്യാഭ്യാസ മേഖലയിൽ ആധുനിക കാലത്തേക്ക് യോജിച്ച പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകണമെന്ന് എഞ്ചിനീയർ മിഹിയാസ് പറഞ്ഞു. കോട്ടക്കൽ ആസ്ഥാനമായ ഹൈദരലി ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റ് UAE ചാപ്റ്ററിന്റെ പ്രഥമ യോഗം ഞായറാഴ്ച ഫുജൈറയിൽ ചേർന്നു. വേൾഡ് KMCC ജനറൽ സെക്രട്ടറി ഡോക്ടർ പുത്തൂർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് കോട്ടക്കല മുനിസിപ്പൽ പ്രസിഡന്റ് KK നാസർ മുഖ്യാതിഥിയായി. മീഡിയ 1 സ്റ്റാർ ഷെഫ് ഫെബ്രുവരി 16 ദുബായ് മൊഹൈസിനയിലെ ലുലു വില്ലേജിലാണ് പരിപാടി. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുധനാഴ്ച വരെ രജിസ്റ്റർ ചെയ്യാം. ഗൾഫിലെ പാചക പ്രതിഭകളെ കണ്ടെത്താനുള്ള സ്റ്റാർ ഷെഫിന്റെ 3ാം സീസണാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. സ്റ്റാർ ഷെഫിന് പുറമെ കുട്ടിപ്പാചക വിദഗ്ധരെ കണ്ടെത്താനുള്ള ജൂനിയർ ഷെഫ്, ഹോം ബേക്കേഴ്സിനായുള്ള കേക്ക് ഡെക്കറേഷൻ മത്സരങ്ങളും അരങ്ങേറും. സൗദി, ഒമാൻ അടക്കമുള്ള GCC രാഷ്ട്രങ്ങളിൽ വൻ പങ്കാളിത്തത്തോടെ നടന്ന മത്സരങ്ങൾക്ക് ശേഷമാണ് സ്റ്റാർ ഷെഫ് ദുബൈയിലെത്തുന്നത്. സ്റ്റാർ ഷെഫിന്റെ UAEയുടെ 3ാമത്തെ എഡിഷൻ ഈ മാസം 16-ാം തീയതി മൊഹൈസിന ലുലു വില്ലേജിൽ വെച്ച് നടത്തപ്പെടുകയാണ്. വ്യത്യസ്തങ്ങളായ കോമ്പറ്റീഷനുകളും ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയാണ് ഇത്തവണ സ്റ്റാർ ഷെഫ് 3ാം സീസൺ UAEയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഷെഫ് പിള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു വിഭവം നമ്മുടെ മുന്നിൽ വെച്ച് പാചകം ചെയ്യുകയും അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നതുകൂടി ഈ വർഷത്തെ സ്റ്റാർ ഷെഫിൻ്റെ പ്രത്യേകതയാണ്. സെലിബ്രിറ്റി ഷെഫ് പിള്ള, അവതാരകൻ രാജ് കലേഷ് തുടങ്ങിയവർ അതിഥികളായെത്തും. നല്ലറ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന പുട്ടടി മത്സരവും അരങ്ങേറും. ആകർഷകമായ നിരവധി സമ്മാനങ്ങളാണ് വിജയികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. മീഡിയ 1 ദുബായ്. ബഹ്റൈനിൽ തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും നിയമലംഘനങ്ങൾക്കായി ചുമത്തുന്ന പിഴകളിൽ ഇളവ് നൽകുന്ന നിയമ ഭേദഗതിക്ക് ഷൂറ കൗൺസിലിന്റെ അംഗീകാരം. ഭേദഗതി പ്രകാരം പിഴയടച്ച് ലംഘനങ്ങൾ ക്രമവൽക്കരിക്കാൻ സാധിക്കും. 1000 ദിനാറാണ് നിലവിൽ പിഴ. ഇത് 500 ദിനാറായി കുറയ്ക്കും. ലംഘനം ആവർത്തിച്ചാൽ അത് ഇരട്ടിയാക്കും. അറിയിപ്പ് ലഭിച്ച് 14 ദിവസത്തിനുള്ളിൽ കമ്പനി ലംഘനം തീർപ്പാക്കുകയാണെങ്കിൽ ഈ കുറഞ്ഞ പിഴയുടെ ആനുകൂല്യം ലഭിക്കും. വിസ കാലാവധി കഴിഞ്ഞ തൊഴിലാളികളിൽ നിന്ന് ഈടാക്കുന്ന പിഴയിലും കുറവ് വരുത്തി. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും പിഴയിൽ ഇളവ് നൽകുന്ന നിയമ ഭേദഗതിക്കുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം ചേർന്ന ഷൂറ കൗൺസിൽ യോഗത്തിൽ ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. പുതിയ ഭേദഗതി പ്രകാരം തൊഴിൽ ചട്ടങ്ങൾ ലംഘിച്ച പ്രവാസി തൊഴിലാളികളെ നിയമിച്ച കമ്പനികൾക്ക് പിഴയിൽ ഇളവ് ലഭിക്കും. കൂടാതെ ജയിൽ ശിക്ഷ ഒഴിവാക്കുകയും ചെയ്യും. കാലാവധി കഴിഞ്ഞ വർക്ക് പെർമിറ്റോ മറ്റു കമ്പനികളുടെ പെർമിറ്റോ ഉള്ള തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് 1000 ദിനാറാണ് നിലവിൽ പിഴ. ഇത് 500 ദിനാറായി കുറക്കും. നിയമലംഘനം ആവർത്തിച്ചാൽ സംഖ്യ ഇരട്ടിയാകും. അറിയിപ്പ് ലഭിച്ച് 14 ദിവസത്തിനുള്ളിൽ കമ്പനി ലംഘനം തീർപ്പാക്കുകയാണെങ്കിൽ ഈ കുറഞ്ഞ പിഴയുടെ ആനുകൂല്യം ലഭിക്കും.
വിസ കാലാവധി കഴിഞ്ഞ തൊഴിലാളികളിൽ നിന്ന് ഈടാക്കുന്ന പിഴയിലും കുറവ് വരുത്തിയിട്ടുണ്ട്. നേരത്തെ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആദ്യ ദിനം മുതൽ 1000 ദിനാറായിരുന്നു പിഴ. പുതിയ ഭേദഗതി പ്രകാരം വർക്ക് പെർമിറ്റ് കാലഹരണപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ നിയമലംഘനം കണ്ടെത്തിയാൽ 100 ദിനാറായിരിക്കും പിഴ സംഖ്യ. പെർമിറ്റ് കാലഹരണപ്പെട്ട് 10 ദിവസത്തിനും 20 ദിവസത്തിനുമിടയിൽ ലംഘനം കണ്ടെത്തിയാൽ പിഴ 200 ആകും. പെർമിറ്റ് കാലഹരണപ്പെട്ട് 20 ദിവസത്തിനും 30 ദിവസത്തിനുമിടയിൽ നിയമലംഘനം കണ്ടെത്തിയാൽ പിഴ 300 ദിനാറായിരിക്കും. കുറ്റം ആവർത്തിച്ചാൽ പിഴ 1000 ദിനാറാകും. അറിയിപ്പ് ലഭിച്ച് 14 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നിശ്ചിത തുക അടച്ച് ലംഘനങ്ങൾ പരിഹരിക്കാം. സെറ്റിൽമെന്റ് തുക പൂർണ്ണമായി അടച്ചാൽ ക്രിമിനൽ കുറ്റങ്ങൾ ഒഴിവാക്കാമെന്നും നിയമം വ്യക്തമാക്കുന്നു. മീഡിയ 1 ബഹ്റൈൻ. 12ാമത് വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിക്ക് നാളെ ദുബൈയിൽ തുടക്കം. 30 രാഷ്ട്ര നേതാക്കളും 400 മന്ത്രിമാരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. 140 ഗവൺമെന്റ് പ്രതിനിധി സംഘങ്ങളും ഉച്ചകോടിക്കെത്തും. അതിഥികളെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് സ്വാഗതം ചെയ്തു. സമൂഹങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് നവീനമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ ഉച്ചകോടിക്കാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഫെബ്രുവരി 13 വരെയാണ് ഉച്ചകോടി. ടവർ പൂർണ്ണമാവുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.